കേരളത്തിലെ വനവാസി വിഭാഗങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ അംഗബലമുള്ളത് പണിയർക്കാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ നിലമ്പൂർ, അരീക്കോട്, കൽപ്പറ്റ, പനമരം, ബത്തേരി, മാനന്തവാടി, പേരാവൂർ, ഇരിട്ടി, കരുമംഗലം എന്നീ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പണിയരെ കാണാനാവുന്നത്. മനുഷ്യവംശ ശാസ്ത്രമനുസരിച്ച് നീഗ്രോ ആസ്ട്രലോയിഡ് വിഭാഗത്തിലാണ് പണിയർ ഉൾപ്പെടുന്നത്. കറുത്തു കടിച്ച ശരീരവും തിളങ്ങുന്ന കറുപ്പും പരന്ന കാലടികളുമൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. എഴുന്നു നിൽക്കുന്ന കവളലുകളും പതിഞ്ഞ മൂക്കും ഇടതൂർന്നു കുറിയ ചുരുണ്ട മുടിയും പണിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യേകതകളാണ്. കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് നെൽപ്പാടങ്ങളിൽ കൂലിവേല ചെയ്ത് ഇവർ ഉപജീവനം നടത്തി വരുന്നു. തലമുറകളായി ഇതുമാത്രം ചെയ്തുകൊണ്ടും ആരുടെയെങ്കിലും ആശ്രിതരായി ജീവിച്ചു വന്നതുകൊണ്ടുമായിരിക്കും ഇവർക്ക് പണിയർ എന്ന പേര് വന്നത്. ഇവരുടെ വീടിന് പിര എന്നും ചില സ്ഥലങ്ങളിൽ മുക്കലി എന്നും പറയും. ഇവരുടെ പ്രധാന ദേവതയാണ് വയനാട്ടിലെ വള്ളിയൂർക്കാവിലമ്മ. ഈ ക്ഷേത്രവും പണിയരും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. മീനമാസം 1-ാം തീയതി ആരംഭിക്കുന്ന ഉത്സവത്തിൽ വയനാട് ജില്ലയും അതിനോട് ചേർന്നുള്ള കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ, പേരാവൂർ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ പണിയ സമുദായ അംഗങ്ങളും അമ്മയെ കാണാനും അനുഗ്രഹത്തിനുമായി ഇന്നും എത്താറുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ ബന്ധങ്ങളുടെ പേരിൽ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഇന്നും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. തങ്ങൾ എല്ലാമെല്ലാമായി ആരാധിക്കുന്ന ദേവതയുടെ പേരിലാണ് അടിമത്തം ഇവിടെ വിൽക്കപ്പെട്ടത് എന്ന് പറയുന്നതിൻ്റെ സത്യത്തെ ചരിത്രാന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. യഥാർത്ഥ ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിക്കുകയും വനവാസി ജനതയുടെ സ്വത്വത്തെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന സാമ്പ്രദായിക ചരിത്രരചനയുടെ നിഗൂഢ താല്പര്യങ്ങൾ അതിൽ കലർത്തുവാൻ ശ്രമിക്കരുതെന്ന് മാത്രം. ഒരുപക്ഷെ അന്നത്തെ വ്യവസ്ഥയിൽ ഒരു കൂട്ടം ജനങ്ങളെ തങ്ങളുടെ വരുതിക്ക് നിലനിർത്താൻ ഈ ക്ഷേത്രത്തെ ഉപയോഗിച്ചിരിക്കാം എന്ന നിഗമനത്തിലെത്താനേ നമുക്കിപ്പോൾ കഴിയൂ. പണിയരുടെ ഉത്ഭവത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. കരിന്തണ്ടൻ ചുരത്തിന്, ഇന്നത്തെ താമരശ്ശേരി ചുരം, ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഈപ്പിയും കോരപ്പള്ളിയുമാണ് പണിയരുടെ പൂർവികർ. ഇതിൻ്റെ തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എല്ലാ ആശ്ചര്യ സംഭവങ്ങൾക്കും ദൈവമേ എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം ഈപ്പി എന്നാണ് പണിയർ ഭൂരിപക്ഷം ജീവിക്കുന്ന വയനാട്ടിലെ ഇപ്പോഴത്തെ ഇളം തലമുറ പോലും പ്രയോഗിക്കാറ്. ദൈവിക ചടങ്ങുകൾക്കും ഈ പേരുകൾ ഉപയോഗിക്കാറുണ്ട്. പണിയ സമുദായത്തിനെ പല ഇല്ലങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. മിനുക്കിയൻ, കുടലിയൻ, കൊളേരിയൻ, പൈമ്പലേരിയൻ, ചേമ്പണ്ടിയൻ, ഇരുമുട്ടിലെ, ചാത്തൻകോറൻ, ചമ്പാനിയൻ, എരുമാറൻ, കല്ലനി കരീനാരൻ, ചൂണ്ടപ്പിടിയൻ, എച്ചിരുകുനിയൻ, പുതിയയോട്ടൻ, താഞ്ചിക്കിയൻ, ചേരമ്പാടിയൻ, പായേരിയൻ, പാണ്ടിയാടൻ, ചോലാടിയാൻ എന്നിങ്ങനെയാണ് ഇല്ലം പേരുകൾ. ഈ സമൂഹം മുഴുവൻ ഭരണക്രമം അനുസരിച്ച് കരുമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ കരുമത്തിനും ചെമ്മി, കോയ്മ, കാരമ എന്നിങ്ങനെ ചുമതലയുള്ള വ്യക്തികളെയും തീരുമാനിക്കും. ഇതിൽ മൂപ്പനായി വരുന്നത് ചെമ്മിയായിരിക്കും. അവിടെ നടക്കുന്ന ചാവ്, പേറ്, കല്യാണം, തിരുണ്ട് കല്യാണം, ഒളിച്ചോട്ടം, കുടുംബ വഴക്ക്, അതിർത്തി പ്രശ്നം തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരം കാണേണ്ടത് ഈ മൂപ്പനും കൂട്ടരുമാണ്. ഒരു ഗ്രാമമെന്നാൽ അനവധി കോളനികൾ ചേരുന്നതാണ്. ഇന്നും കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്. ഓരോ കോളനിക്കും ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അവ ഗുളികൻ തറ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാളി, കൂളി, കല്ലിട്ടു താഴെ ഭഗവതി, കല്ലിട്ടു താഴെ വാതെ തുടങ്ങിയ ദേവതകളെയാണ് സമൂഹമായി ആരാധിക്കുന്നതെങ്കിലും ശബരിമല അയ്യപ്പനും പഴനി മുരുകനും പണിയരുടെ ആരാധനാ ദൈവങ്ങളാണ്. പൂജ ചെയ്യുന്ന വ്യക്തി ഉറഞ്ഞുതുള്ളി ദേവതയെ സ്വന്തം ശരീരത്തിൽ ആവേശിപ്പിച്ച് കൽപ്പനകൾ പുറപ്പെടുവിച്ചാണ് ദൈവ ആരാധന നടത്തുന്നത്. അയ്യപ്പനോ വിഷ്ണുവോ ശിവനോ ഒന്നും ഈ രീതിയിൽ ആവേശിക്കപ്പെടുന്നില്ല. എന്നാൽ കാളി, കൂളി, പൂർവികർ
എന്നിവരെയെല്ലാം ആവേശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പ്രപിതാക്കളെ ആരാധിക്കുക എന്നത് എല്ലാ സമൂഹങ്ങൾക്കുമുണ്ടെങ്കിലും പൂർവികരെ ഭയത്തോടെ കാണുന്ന വിഭാഗമാണ് പണിയർ. ഇത് അവരുടെ മാനസിക വിചാരങ്ങളെയും ശക്തമായി ബാധിക്കുന്നത് പഠനാർഹമാണ്. ഓരോ ചടങ്ങുകൾ തീരാനും ദിവസങ്ങളെടുക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. പണിയർക്ക് 4 തരം കല്യാണങ്ങളാണുള്ളത്: കാതുകുത്ത് കല്യാണം, തിരണ്ട് കല്യാണം, കട്ടുകല്യാണം, കെട്ടുകല്യാണം. ഇതിൽ കട്ടുകല്യാണം വ്യത്യസ്തതയാർന്നതാണ്. യുവതീ യുവാക്കൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നു. അതിന് ഇല്ലങ്ങളോ മറ്റു ബന്ധങ്ങളോ വിഘാതങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് ഇവർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതിന് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാത്തതിനാൽ ഒളിച്ചോടുക മാത്രമേ രക്ഷയുള്ളൂ. ഇതിനെയാണ് കട്ടുകല്യാണം എന്ന് പറയുന്നത്. കെട്ടുകല്യാണത്തിൻ്റെ ചടങ്ങുകൾക്ക് ഓരോ പ്രദേശമനുസരിച്ചും ജില്ലകളനുസരിച്ചും വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീധന സമ്പ്രദായം ഇവരിൽ തുലവും കുറവാണ്. പൊതുവെ പണിയരുടെ ഭക്ഷണം ഇലക്കറികളും മീനും ചോറുമാണ്. നാട്ടിൽ ലഭിക്കുന്ന ഏകദേശം എല്ലാ ഇലകളും ഇവർക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഞണ്ട്, നൂഞ്ചി, കൂൺ, ഇത്തിൾ തുടങ്ങിയ സസ്യേതര ഭക്ഷണവും ഇവർക്ക് പഥ്യങ്ങളാണ്. പൊതുവെ ആരോഗ്യ ദൃഢഗാത്രരാണെങ്കിലും മദ്യപാനം, മുറുക്ക്, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് വളരെയധികം വഴിപ്പെട്ടവരാണിവർ. കുറച്ചു കാലം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയെ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവരിലെ 84% പുരുഷന്മാരും 61% സ്ത്രീകളും മേൽപ്പറഞ്ഞ ഏതെങ്കിലും ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്യാൻസർ, ക്ഷയം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ഈ സമൂഹം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസവും തൊഴിലുമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്ന മേഖലകൾ. സമീപകാലത്ത് SSLC വരെ പഠിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള വിദ്യാഭ്യാസം ഒരു പ്രഹേളിക തന്നെയാണ്. പക്ഷേ ഈ രംഗത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആൺകുട്ടികളുടെ പഠന നിലവാരം പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. 7ലോ 8ലോ എത്തുന്നതോടെ ഇവരുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പെൺകുട്ടികൾ ബിരുദ പഠനത്തിനും ബിരുദാനന്തര പഠനങ്ങൾക്കും മുന്നോട്ട് വരുന്നുണ്ട്. വളരെ വൈകാതെ ഇതൊരു സാമൂഹ്യ പ്രശ്നമാവും എന്ന് വേണം കരുതാൻ. തനി കാർഷിക തൊഴിലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പണിയരുടെ തൊഴിൽ സംസ്കാരം. ഇവരധിവസിക്കുന്ന 4 ജില്ലകളിൽ വയനാട് ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ നെൽകൃഷിയും അനുബന്ധ വേലകളും വളരെ കൂടുതൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രശ്നം പണിയരുടെ തൊഴിലവസരങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാർഷിക വൃത്തി പണിയർക്ക് നിത്യ നിദാനത്തിനുള്ള വഴി മാത്രമല്ല, അവരുടെ സംസ്കാരത്തിൻ്റെ വഴി കൂടിയാണ്. വയലേലകളിൽ നിന്നാണ് ഇവർക്ക് തുടിച്ചത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പാട്ടുകളുടെയും എല്ലാം താളങ്ങളും ശീലുകളും ലഭിച്ചത്. പണിയരുടെ കറുത്തി നാടകം അന്യം നിന്നതും നെൽപ്പണിയുടെ കുറവോടെയാണ്. അതുകൊണ്ട് കാർഷിക വൃത്തിക്ക് കുറവ് വരുന്നതോടെ ഈ സാംസ്കാരിക തനിമയ്ക്കും മങ്ങലേൽക്കുകയാണ്. ഒരുപക്ഷെ ഒരു തുണ്ട് ഭൂമിക്ക് പോലും അവകാശികളില്ലാതെയാണ് പണിയരിലെ ഭൂരിപക്ഷവും ഇന്ന് ജീവിക്കുന്നത്. ആകെയുള്ള 98,000 ജനസംഖ്യയിൽ 21,605 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 1,689 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല എന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നതാണ്. കോളനികളായി താമസിക്കുന്ന ഇവർക്ക് 300 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീട് വയ്ക്കാനുള്ള ഭൂമി പോലും ഇല്ല. ഭൂമി കുടുംബനാഥൻ്റെ പേരിലായിരിക്കുകയില്ല, മറിച്ച് കോളനികളുടെ മൊത്തം സ്വത്തായിരിക്കും. ഇതൊക്കെ ഇവരുടെ ആരോഗ്യ, സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അനേകം കോടതി വിധികളും സമരങ്ങളും കമ്മീഷനുകളും ഉണ്ടായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു സർക്കാരും ശ്രമിച്ചിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് വനങ്ങളും ക്ഷേത്രങ്ങളുടെയും ഭൂമിയും കയ്യേറി സ്വന്തമാക്കിയവർക്ക് പട്ടയം നൽകാൻ മത്സരിക്കുകയാണല്ലോ കേരളപ്പിറവിക്ക് ശേഷം വന്ന ഓരോ സർക്കാരും ചെയ്തത്. പണിയരുടെ ഭാഷയും പാട്ടും തുടിയും വളരെ വ്യത്യസ്ത പുലർത്തുന്നവയാണ്. ഇവർ ഉപയോഗിക്കുന്ന തുടിയുടെ ആകൃതി സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഇടയ്ക്കയുടെയാണ്. ഇടയ്ക്കയിൽ ശബ്ദവ്യത്യാസം വരുത്താൻ ചരടാണല്ലോ ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് തുടിയിലും വാമൊഴിയായി ഉപയോഗിക്കുന്ന ഭാഷ. മലയാളം, കന്നഡ, തമിഴ് കലർന്ന തമിഴ് മിശ്രിതങ്ങളാണ്. പാട്ടുകളിൽ ഈശ്വര സങ്കല്പങ്ങൾ കുറവാണെങ്കിലും അതിൽ വിളവെടുപ്പും ഞാറുനടിയിലും അവരവരുടെ നിത്യജീവിതത്തിലെ അരിഷ്ട ജീവിതവും മുഴച്ചു നിൽക്കുന്നത് കാണാം. കുറച്ചൊക്കെ അന്ധവിശ്വാസങ്ങളും
ചില അനാവശ്യ ആചാരങ്ങളും പണിയരിൽ ഇന്നും രൂഢമൂലമാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇവയ്ക്കൊക്കെ മാറ്റം വരുത്താൻ കഴിയൂ. അതുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ തത്വം ഇവരിലേക്ക് സന്നിവേശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണിന്നവരുടെ ആവശ്യം. ഭാരതത്തിൽ എല്ലായിടത്തും വിദേശ കോയ്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളിൽ മറ്റു സമൂഹങ്ങളോടൊപ്പം തന്നെ വനവാസികളും അണിചേർന്നിട്ടുണ്ട്. അതിൽ അറിയപ്പെടാതെ പോയ പണിയമൂപ്പനാണ് കരിന്തണ്ടൻ. വയനാട്ടിലെ ലക്കിടിയിലെ ചങ്ങലമരത്തിൽ ഈ മൂപ്പൻ്റെ ആത്മാവിനെ ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുണ്ട്. അവിടെ വർഷം തോറും കരിന്തണ്ടൻ സ്മൃതി ദിനം ആചരിച്ചു വരുന്നുണ്ട്. പിന്നാക്ക പ്രദേശമായ വയനാടിൻ്റെ വികസനത്തിന് വഴികാട്ടിക്കൊടുത്ത വ്യക്തിയാണ് മൂപ്പൻ. ചോലാടിയൻ വിഭാഗത്തിൽപ്പെട്ട കരിന്തണ്ടൻ വഴികാട്ടിക്കൊടുക്കുക മാത്രമായിരിക്കുകയില്ല, ഒരുപക്ഷെ താൻ കാണിച്ചു കൊടുത്ത വഴി നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ചൂഷണത്തിന് വഴിവെക്കും എന്ന ചിന്ത അദ്ദേഹത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരിക്കും. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. വെറും പിശാചായി മാത്രം വ്യാഖ്യാനിക്കപ്പെടാതെ നാടിൻ്റെ സ്വയംഭരണത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഈ മൂപ്പനും ചരിത്രത്തിൽ ഇടം കൊടുക്കേണ്ടതാണ്. അതിന് കരിന്തണ്ടന് സ്മാരകം ഉയരുന്നതോടെ ചുരത്തിന് കരിന്തണ്ടൻ ചുരമെന്ന് നാമകരണം ചെയ്യപ്പെടുക തന്നെ വേണം.